ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ടിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ഓപ്ഷൻ്റെ ചാർട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 24,400 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ് സെലക്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 24,432 അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റമണിയായ 24,400 ചാർട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ് ഈ ചാർട്ടിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ വന്നു, ശേഷം താഴേക്ക് വന്നു, വീണ്ടും ഇവിടെ ഒരു ഹൈ വന്നു, താഴേക്ക് വന്നു, ഹൈ വന്നു, താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസ് നോക്കിയിട്ട് തന്നെ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കറിയാൻ സാധിക്കും ഇവിടെ ഒരു മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ആ ഒരു ലെവൽ മാർക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ടായി, ആ ഒരു ലെവലും നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈ എടുത്തു, ഇവിടെ ഒരു ഹൈ എടുത്തു, ആ രണ്ട് ഹൈ കൂടി കണക്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് മെയിൻ ലെവൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽസ് നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ബൈ ആണ്, താഴെ ക്ലോസ് ചെയ്താൽ സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബയ്യറൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന് താഴത്തെ ലെവലിന് സപ്പോർട്ടായിട്ട് വേറെ ലെവൽസ് ഒന്നും ഇല്ല. വേണമെങ്കിൽ നമുക്ക് താഴത്തെ ഈ ഒരു ലോയുടെ ക്യാൻഡിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂടെ കാണാൻ സാധിക്കുന്നു ഓപ്പൺ ക്യാൻഡിൽ തന്നെ നമ്മുടെ ആ ലെവൽസ് ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. അത് 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബൈ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയൊരു ക്യാൻഡിലൊക്കെയാണ് ബ്രേക്ക് ചെയ്തത്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു 18 പോയിൻ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് റീടെസ്റ്റ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബൈ എടുത്താലും മതി. അതല്ലെങ്കിൽ നമുക്ക് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ എടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ താഴെ ഈ ഒരു ലെവൽ വരുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യാവുന്നതാണ്. കണ്ടോ, അടുത്ത ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, അത് റീടെസ്റ്റ് ചെയ്തു. നമ്മളോട് ബൈ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ തന്നെ ആ ഒരു ബൈയുടെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 162 തന്നെ നമുക്ക് ബൈ കിട്ടിയെന്നാണ്. ഇത് നമ്മുടെ ടാർഗറ്റ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 214 ലെവലാണ് നമ്മുടെ ഒരു ടാർഗറ്റായിട്ട് കാണേണ്ടത്. കാരണം അതാണ് ഇനി അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. മാർക്കറ്റ് വീണ്ടും ആ ഒരു ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടു, നമുക്കിവിടെ കാണാൻ സാധിക്കും വീണ്ടും ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണ്. ഓക്കെ, അപ്പോൾ അത് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഇത് സപ്പോർട്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് കാണാം ഇവിടെ ലോ എടുത്തുണ്ടായിരുന്നു, ഇവിടെ ലോ എടുത്തുണ്ടായിരുന്നു. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വീണ്ടും അത് സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. കണ്ടോ, വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളവിടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. കാരണം ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, വീണ്ടും ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട് അവിടെ. ഉണ്ടോ, ആ ലെവൽസ് നമ്മുടെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്ത റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലാണ് അടുത്ത റെസിസ്റ്റൻസ് വരാൻ ചാൻസ്. കാരണം ഇനി അവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്.
ഓക്കെ, മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് മനസ്സിലാവും എന്നതാണ്. അതായത് നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് 262 ആണ് നമുക്ക് എൻട്രി പോയിന്റ് എന്ന്. അതുപോലെ നമ്മുടെ 214, 223, 29 നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. നമുക്ക് കറക്റ്റായിട്ട് എക്സൈറ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ പ്രീവിയസ് ചാർട്ടിൽ ഇതേപോലെ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.